സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമായ ബുധനിലെ പര്യവേക്ഷണത്തിനായുള്ള ഒരു നൂതന ആശയം പരിചയപ്പെടാം. ടെർമിനേറ്റർ റോവർ ദൗത്യം. ബുധന്റെ ഉപരിതലം പര്യവേക്ഷണം ചെയ്യുന്നത് എന്തിനാണ് ഇത്രയധികം വെല്ലുവിളിയാകുന്നത് എന്ന് നമുക്ക് നോക്കാം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. ഇതിന് കാര്യമായ അന്തരീക്ഷമില്ലാത്തതിനാൽ താപനിലയിൽ വലിയ വ്യതിയാനങ്ങളുണ്ട്. പകൽ സമയത്ത് താപനില 427°C വരെ ഉയരും. ഇത് ലോഹങ്ങൾ ഉരുക്കാൻ പര്യാപ്തമാണ്. രാത്രിയിൽ ഇത് -173°C വരെ താഴുകയും ചെയ്യും. ഈ തീവ്രമായ താപനില വ്യതിയാനങ്ങൾ ബുധനിലെ പര്യവേക്ഷണ ദൗത്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുന്നു. സൂര്യന്റെ ശക്തമായ വികിരണം കാരണം പകൽ ഭാഗത്ത് ഒരു റോവർ ഉരുകിപ്പോകാനും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തകരാറിലാകാനും സാധ്യതയുണ്ട്. രാത്രിഭാഗത്ത് തീവ്രമായ തണുപ്പ് കാരണം സോളാർ പവറുള്ള റോവറുകൾക്ക് പ്രവർത്തിക്കാനാകില്ല. കൂടാതെ ബാറ്ററി പവറുള്ള വാഹനങ്ങൾ പെട്ടെന്ന് ചാർജ് നഷ്ടപ്പെട്ട് നിശ്ചലമാവുകയും ചെയ്യും. ഈ വെല്ലുവിളികളെ മറികടക്കാനുള്ള ഒരു നൂതനമായ പരിഹാരമാണ് ടെർമിനേറ്റർ സോൺ ഉപയോഗിച്ചുള്ള പര്യവേക്ഷണം. ടെർമിനേറ്റർ എന്നത് ബുധനിലെ പകലിനും രാത്രിക്കുമിടയിലുള്ള പ്രദേശമാണ്. ഇവിടെ താപനില സ്ഥിരതയുള്ളതും സോളാർ പവറിനാവശ്യമായ പ്രകാശം ലഭിക്കുന്നതുമാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സോളാർ റോവറിന് സുരക്ഷിതമായി ഉപരിതല സവിശേഷതകൾ പഠിക്കാനും ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും. ഹവായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോഫിസിക്സ് ആൻഡ് പ്ലാനറ്റോളജിയിൽ HIGP നിന്നുള്ള ഒരു ഗവേഷണ സംഘമാണ് ഈ ദൗത്യം നിർദ്ദേശിച്ചത്. മാരി മുറില്ലോ, പോൾ ജി. ലൂസി എന്നിവരടങ്ങിയ സംഘം 2026 ലൂണാർ ആൻഡ് പ്ലാനറ്ററി സയൻസ് കോൺഫറൻസിൽ തങ്ങളുടെ ആശയം അവതരിപ്പിച്ചു. ബുധന്റെ 3-2 സ്പിൻ ഓർബിറ്റ് റെസൊണൻസ് കാരണം ഒരു സൗരദിനം 176 ഭൗമദിനമാണ്. അതിനാൽ റോവറിന് സൂര്യന്റെ മുന്നിൽ സഞ്ചരിക്കാൻ മതിയായ സമയം ലഭിക്കും. ഈ റോവർ ബുധന്റെ രഹസ്യങ്ങൾ പുറത്തുകൊണ്ടുവരാൻ സഹായിക്കുന്ന നൂതന ശാസ്ത്രീയ ഉപകരണങ്ങളാൽ സജ്ജീകരിച്ചിരിക്കും. ലിപ്സ്, എക്സ്റേ, ഗാമാറേ, രാമൻ, ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്ററുകൾ എന്നിവ എലിമെന്റൽ അനാലിസിസിനും മിനറൽ ഐഡന്റിഫിക്കേഷനും സഹായകമാകും. ഹോളോസ് വലിയ ടെക്ടോണിക് സ്കാർപ്പുകൾ, ജലാംശമുള്ള ധ്രുവപ്രദേശങ്ങൾ എന്നിവ പഠനത്തിനുള്ള പ്രധാന മേഖലകളാണ്. ശാസ്ത്രീയ വിവരങ്ങൾ പരമാവധി ശേഖരിക്കാൻ റോവറിന്റെ പാത വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. വിവിധ തരം ഉപരിതല വസ്തുക്കൾ സാമ്പിൾ ചെയ്യാനും ഭൗമശാസ്ത്രപരമായ താൽപ്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് പ്രവേശനം നൽകാനും കഴിയുന്ന പാതയായിരിക്കും തിരഞ്ഞെടുക്കുക. സോളാർ എക്സ്പോഷർ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനായി ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നായിരിക്കും റോവറിന്റെ പ്രാഥമിക സഞ്ചാരം തുടങ്ങുക. ഈ ടെർമിനേറ്റർ റോവർ ദൗത്യം ബുധന്റെ രൂപീകരണം, അഗ്നിപർവ്വത ചരിത്രം, ഭൂമിയുടെ പരിണാമം എന്നിവയെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശാൻ സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.